GAB ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ ഒരു ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് മഹാത്മാഗാന്ധി ജയന്തിയാണ്. അപ്പോൾ ആ ഒരു മഹത് വ്യക്തിത്വത്തിനും കൂടി ഓർത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ GAB ഫാമിലി വ്ളോഗിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് പാംബസ്ട്രിയും ആസ്ട്രോളജിയും കലർന്ന വീഡിയോകളാണ്. രണ്ട് വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതലായി ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഇപ്പോൾ ദിനപ്പൊരുത്തത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പാംബസ്ട്രിയിൽ വരുന്ന കൈകളിലെ സൈനുകളെ പറ്റിയും എല്ലാം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം കൈ നോക്കി നിങ്ങളുടെ ഭാവി തന്നെ മനസ്സിലാക്കാവുന്ന ഒരു എളുപ്പവിദ്യയാണ് ഞാൻ ഈ ചാനലിലെ വീഡിയോകളിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ വിഷയം വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ അത്തരം ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീയോ പുരുഷനോ ഇല്ല. കാരണം ജീവിതത്തിൽ ഏത് പ്രായഭേദമന്യേ എല്ലാ ആളുകളും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ്. പക്ഷേ ഇത് പല ആളുകൾ ലഭിച്ച് നമ്മൾ കാണാറുണ്ട്, എല്ലാ ആളുകൾക്കും ഇത് ലഭിക്കാറില്ല. അതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് യുക്തിപരമായ കാര്യമുണ്ട്, കുറച്ച് ബാഹ്യം വരുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതാണ്. നിങ്ങളൊരു ലോട്ടറി എടുത്തു വെച്ചോ, ചിലപ്പോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോട്ടറി ബാഹ്യം എന്ന് പറയുന്ന ബാഹ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി കേട്ടിട്ടുള്ള ബാഹ്യം. അത് ബാഹ്യക്കുറി എന്ന് തന്നെയാണ് അതിനെ അറിയപ്പെടുന്നത്. ലോട്ടറി ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോട്ടറി ഉള്ളത്, വിദേശത്തും ഉണ്ട്. അതിനെ ലക്കി ഡ്രോ എന്ന് പറയുന്നു. ലക്കി ഡ്രോ, റാഫിൾ എന്നെല്ലാം പേരുണ്ട്. എല്ലാ രാജ്യത്തും ഈ പറയുന്നൊരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ലോട്ടറികൾ, ഭാഗ്യക്കുറികൾ പല രീതിയിലാണ്. ചില വസ്തുക്കൾ വാങ്ങുമ്പോൾ നമുക്ക് ലക്കി ഡ്രോ ലഭിക്കും. ചില പേരുകൾ എഴുതിയിടുമ്പോൾ അതിങ്ങനെ കുലുക്കിയിട്ട് ആ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യം പരീക്ഷിച്ച് വെക്കാറുണ്ട്. ഭാഗ്യ നിറങ്ങളുണ്ട്. അങ്ങനെ ഭാഗ്യം പല രീതിയിലാണ്. അപ്പം ഭാഗ്യക്കുറികൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതിന് പിന്നെ ഒരു രഹസ്യമുണ്ട്. ഈ രഹസ്യം അറിയുന്നവരുമുണ്ട്, അറിയാത്തവരുമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പ്രകൃതി തന്നെ ഈ ഒരു രഹസ്യത്തിൻ്റെ ഗുണം ഒരാൾക്ക് കൊടുക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നത്. അല്ലാത്ത ആളുകൾ ഭാഗ്യക്കുറികൾ, ലോട്ടറി മാത്രമല്ല ഏത് തരത്തിലുള്ള ഭാഗ്യക്കുറികളും, ഏത് ഭാഗ്യം പരീക്ഷിച്ചാലും ചില ആളുകൾക്ക് നിർഭാഗ്യം തന്നെയായിരിക്കും. വെച്ച പണം നഷ്ടപ്പെടുകയായിരിക്കും. ചിലർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരു പണം വെച്ചിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള ലക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പല രീതിയിൽ ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പലപ്പോഴും പലർക്കും തുടർച്ചയായ പരാജയങ്ങൾ മാത്രമായിരിക്കും. അവർക്ക് പണമുള്ള ആളുകളായിരിക്കാം, പണമില്ലാത്ത ആളുകളായിരിക്കാം. രണ്ടു ഭാഗമാണെങ്കിൽ പോലും തുടർച്ചയായ നഷ്ടം മാത്രമായിരിക്കാം ചില ആളുകൾക്ക് വരുന്നത്. ചില ആളുകൾക്ക് ഒന്നും അറിയണ്ട, അവർക്ക് ലാഭം മാത്രമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ കയ്യിലെ ബാഹ്യരേഖ, അതുപോലെ ആ ജാതകത്തിൽ ആ വ്യക്തിയുടെ ജാതകത്തിൽ ഉള്ള ശുക്രദശ, ആ വ്യക്തിയുടെ നല്ല സമയം, പിന്നെ കൈരേഖകളിൽ വരുന്ന വേറെ കുറേ ഭാഗ്യ സിമ്പലുകൾ. രണ്ടാമത് ന്യൂമറോളജി അനുസരിച്ചുള്ള ഭാഗ്യക്കുറി എടുക്കൽ. ഇപ്പം ന്യൂമറോളജി അനുസരിച്ച് ഭാഗ്യക്കുറി എടുക്കുകയാണെങ്കിൽ ചില അക്കങ്ങൾ നമുക്ക് ഭാഗ്യം കൊണ്ടുത്തരുന്ന അക്കങ്ങളുണ്ട്. അതാണ് ന്യൂമറോളജി നമ്പർ എന്ന് പറയുന്നത്. ന്യൂമറോളജി വെച്ച് ചിലർ പേരുകളിടും, അവർക്ക് വലിയ രക്ഷ വരും. ന്യൂമറോളജിയിൽ ചിലർ വീടുകളുടെ അഡ്രസ്സ് മാറ്റാറുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ, വീട്ടിലേക്ക് വാങ്ങുന്ന വാഹനത്തിൻ്റെ നമ്പർ, അതുപോലെ സ്വന്തം ഫോൺ നമ്പർ ഫാൻസി നമ്പർ ആക്കുക, കുറേ അക്കങ്ങൾ അടുപ്പിച്ച് ആവർത്തിക്കുന്ന രീതിയിൽ ഉള്ള നമ്പർ വാങ്ങുക, വീട്ടിൽ വാങ്ങുന്ന വാഹനത്തിൻ്റെ നമ്പർ ആ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യുക, പണം കൊടുത്ത് ഫാൻസി നമ്പർ ഉണ്ടാക്കുക. അതിൻ്റെ ഐശ്വര്യത്തിൽ ജീവിക്കുന്ന പലരുമുണ്ട്. അവർക്ക് ന്യൂമറോളജിയിലായിരിക്കും വിശ്വാസം, മറ്റൊരു കാര്യത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഏത് മേഖലയാണേലും, ജ്യോതിഷത്തിൻ്റെ മേഖലയാണേലും നമ്മൾ ലോട്ടറി അടിക്കാൻ ചില കാര്യങ്ങളുണ്ട്. സാധാരണ ആളുകൾ പറയുന്നതിലും വ്യത്യസ്തമായിട്ട് ലോട്ടറി അടിക്കാൻ പല ട്രിക്കുകളും പല രീതിയിലും ഉള്ളത് നമുക്ക് അറിയാം. പലരും അത്തരം വീഡിയോകളെല്ലാം കാണുന്നവരുമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കൈരേഖയിൽ രണ്ട് തരത്തിലുള്ള സിമ്പലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കും. ഈ ലോട്ടറി ഭാഗ്യം ലോട്ടറി മാത്രമല്ല, ഏത് തരത്തിലുള്ള ലക്കി ഡ്രോ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ തന്നെയായിരിക്കും വിന്നർ. വിജയം നമ്മളോടൊപ്പം പോരും എന്നുള്ളതാണ് ഇതിനർത്ഥം. അതിനായിട്ടുള്ളൊരു ഇമേജ് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ഹസ്തരേഖ കാണിക്കുന്ന ഒരു ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക.
നിങ്ങളുടെ കൈകളിൽ ഉണ്ടെന്ന് മനസ്സിലായ ആ നിമിഷം തന്നെ നിങ്ങൾ ലോട്ടറി എടുക്കുന്നത് തുടരുക, അല്ലെങ്കിൽ ലക്കി ഡ്രോ എടുക്കുന്ന ഏത് ചടങ്ങുകളിലും നിങ്ങൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളോടൊപ്പം ഭാഗ്യമുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഇമേജിൽ ഞാൻ ഓർമ്മ പുതുക്കാനായിട്ട് വീണ്ടും നിങ്ങളോട് പറയുകയാണ്. പുരുഷന്മാർക്ക് വലത് കൈയും സ്ത്രീകൾക്ക് ഇടത് കൈയുമാണ് നമ്മൾ നോക്കാറ്. വലത് കൈ കാണുന്ന സിമ്പലുകൾ സ്ത്രീകൾക്ക് ഇടത് കൈ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഭാഗ്യം, അല്ലെങ്കിൽ അവർക്ക് ഫലം. ഇടത് കൈയിലാണ് പുരുഷൻ്റെ സിമ്പലുകൾ കാണുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഭാഗ്യം ലഭിക്കുന്നില്ല. വലത് കൈ വരണമെന്നും മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പുരുഷന്മാർക്ക് വലത് കൈ, സ്ത്രീകൾക്ക് ഇടത് കൈ എന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കി രേഖകളെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെയാണ്. ഇതാണ് ആയുർരേഖ, ഇതാണ് ബാഹ്യരേഖ, ഇതാണ് ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ, ഇതാണ് ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്നറിയപ്പെടുന്നത്. ഈ 4 പ്രധാനപ്പെട്ട രേഖകളാണ് സാധാരണഗതിയിൽ ഒരാളുടെ കൈകളിൽ കാണുന്ന രേഖകൾ. ബാക്കി വരുന്നതെല്ലാം എക്സ്ട്രാ രേഖകളാണ്. മനസ്സിലായോ? പിന്നെ വരുന്നതെല്ലാം എക്സ്ട്രാ സിമ്പിളുകളാണ്. ഈ 4 രേഖകൾ ഇങ്ങനെ പ്ലെയിനായി നിൽക്കുന്ന ഒരാളുടെ കൈകളാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ ബാഹ്യങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ദോഷങ്ങളോ കാലക്കെടുകളോ ഒന്നുമില്ലാതെ കാര്യങ്ങളെല്ലാം നിവർന്നു കിട്ടും. ഇവയെ ഖണ്ഡിച്ചുകൊണ്ടുള്ള അവിടെ നിന്നും ഇവിടുന്നുമുള്ള രേഖകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല പല പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കണം, പല പല ബാഹ്യങ്ങളും ഉണ്ടാകുമെന്നും മനസ്സിലാക്കണം. അല്ലാത്ത ആളുകൾക്ക് ഒരു നോർമൽ ലൈഫായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തായി പറയാൻ പോകുന്നത് ലോട്ടറി അടിക്കുന്നവരുടെ കൈരേഖയാണ് നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇവിടെയെല്ലാം വരയും കുറിയൊക്കെ ഉണ്ടെങ്കിലും നിറച്ച് വരകളാണെങ്കിലും ഇവിടെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. പ്രധാനമായി 4 രേഖകൾ നമ്മുടെ കൈ കാണും. ചില ആളുകളിൽ 3 രേഖയെ കാണുകയുള്ളൂ. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ താഴേക്ക് നോക്കുക. ചൂണ്ടുവിരലിൻ്റെ താഴേക്കുള്ള ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫൈനേ വരികയുള്ളൂ. ഒന്നാമത്തെ ഇതുപോലെ നമ്മുടെ ഹൃദയരേഖയിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ പോകും. അതിനെ ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഇങ്ങനെ 2 ലൈനുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആൻറ്റിന നിൽക്കുക തോന്നും. പഴയകാല ടി വികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിന, ആ ഒരു മോഡലിൽ ഒരു ചെറിയൊരു ടവർ പോലെ ഒരു സാധനം കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൈരേഖയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, ചൂണ്ടുവിരലിന് താഴെയായിട്ട് നമ്മുടെ ഹൃദയരേഖയിൽ നിന്ന് ഇങ്ങനൊരു ഐറ്റം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി ഭാഗ്യം വളരെ ഹൈ ആയി നിൽക്കുകയാണ്. ആ ടൈമിലെല്ലാം എടുക്കുമ്പോഴും നമുക്ക് ലോട്ടറി അടിക്കുമെന്നുള്ള തെളിവാണ്. ഇനി ഈ ഒരു ലൈനിനെ നമ്മളങ്ങ് മറക്കുക. ഇവിടെ ഞാൻ 2 സ്റ്റാർ വരച്ചിട്ടുണ്ട് കേട്ടോ. ചൂണ്ടുവിരലിൻ്റെ താഴെ 2 നക്ഷത്ര ചിഹ്നങ്ങൾ അല്ലെങ്കിൽ വെറും ഗുണന ചിഹ്നങ്ങൾ, ഇൻഡു മാർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ക്രോസ് ലൈൻ എന്ന് പറയാം. ചിലപ്പോൾ ഇത് 2 നക്ഷത്രമാവാം, അല്ലെങ്കിൽ 2 ക്രോസ് ലൈനുകളാവാം, അല്ലെങ്കിൽ ഇൻഡു മാർക്കാവാം, അല്ല ഗുണന ചിഹ്നം എന്ന് പേരുണ്ട്, ആ ലൈനുകളാവാം. ഈ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ലോട്ടറി ഭാഗ്യം വളരെ കൂടുതലാണ്. ഇത്തരം ഒരു രീതിയിലാണ് നമ്മുടെ ഹസ്തരേഖയിൽ ഈ പറയുന്നതിൽ ഏതെങ്കിലും 2 മാർക്കുകളിൽ ഏതെങ്കിലും ഒരു മാർക്ക്, ഇവിടെ ഒന്നുകിൽ 2 ലൈൻ ഇതുപോലെ തന്നെ ഇൻഡു മാർക്ക് വരണം, ഇല്ലായെങ്കിൽ ഇതുപോലൊരു ആൻറ്റിന പോലൊരു ചിഹ്നം, ഒരു കള്ളിമുളിച്ചെടിയോടൊക്കെ നമ്മൾ വേണമെങ്കിൽ ഇതിന് നമുക്ക് യോജിപ്പിക്കാം. അതേ രീതിയിൽ നിൽക്കുന്ന ഒരു മാർക്കാണ് ഈ കാണുന്നത്. ഈ രീതിയിലൊരു മാർക്ക് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കും എന്നുള്ളതിൻ്റെ വളരെയധികമുള്ള ഒരു സിമ്പിളാണ് കാണിക്കുന്ന. അവസരം വിനിയോഗിക്കുക. നിങ്ങളുടെ കൈകളിൽ ഇതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ ലോട്ടറി അടിക്കുന്നവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർക്ക് ഈ ഹസ്തരേഖയെ പറ്റി ഒരു പിടിയും കാണുകയില്ല. ചില ആളുകൾക്ക് അതിലൊന്നും വിശ്വാസം കാണുകയില്ല. പക്ഷേ എങ്ങനെയും അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷേ അവരുടെ ഹാൻഡിൽ ഇതുപോലൊരു രേഖ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അല്ലെ അവരുടെ ഗ്രഹനിലയിൽ ചിലപ്പോൾ അവർക്ക് ധനം കൊണ്ടുവരുന്ന മറ്റ് യോഗങ്ങളുണ്ടായിരിക്കും. കുറേയധികം യോഗങ്ങളെപ്പറ്റി ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ യോഗങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് ഹസ്തരേഖകൾ ഉണ്ടാവുന്നത്? നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കയ്യിലെ രേഖകളായി മാറുന്നത്. നമ്മുടെ ചിന്ത 100% നെഗറ്റീവുകളാണെങ്കിൽ നമ്മുടെ കൈകളിലെല്ലാം നെഗറ്റീവ് ചിഹ്നങ്ങൾ ഉണ്ടായി വരും. നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹസ്തരേഖകൾ മുഴുവൻ പോസിറ്റീവായി മാറും. നമ്മളോട് ചുറ്റുമുള്ള ആളുകൾ, ഫാമിലി മെമ്പേഴ്സ്, ആരായാലും ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ എല്ലാവരുമാണ് ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഒറ്റ വാക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ പോസിറ്റീവ് ചിന്താഗതിയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ നെഗറ്റീവാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും നമ്മളെ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോസിറ്റീവായി തന്നെ നിലനിൽക്കാനായിട്ട് തുടരുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ
മുന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പം പ്രശസ്തരായ പലരുടെയും ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി തുടങ്ങിയവ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴും അവർ കടന്നു വന്ന പ്രതിബന്ധങ്ങളെ എങ്ങനെയാണ് അവർ തരണം ചെയ്തതെന്നുള്ള മനസ്സിലാക്കി എടുക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുകയും അതിനുശേഷം നമ്മളതുപോലെ വിജയം വരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകളിലുള്ള ഒട്ടുമിക്ക ദുഷ്ടരേഖകളും മാഞ്ഞുപോയിട്ട് നല്ല രേഖകളെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൈരേഖ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വിജയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന് വിജയം ലഭിക്കുന്ന ഒരു രേഖയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്തത്, മനസ്സിലാക്കി തന്നു. ഇനി ലോട്ടറി അടിക്കാൻ മറ്റൊരു ട്രിക്ക് കൂടിയുണ്ട്. ന്യൂമറോളജി പ്രകാരം ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് ചില നമ്പറുകളെ പറയാറുണ്ട്, അഥവാ മാലാഖമാരുടെ അക്കങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാം, നമ്മുടെ മൊബൈലിലെ വാൾപേപ്പറിലേക്ക് നമ്മൾ നോക്കി, അല്ലെങ്കിൽ നമ്മൾ സമയം നോക്കുക. ഇപ്പോൾ രാവിലെ നമ്മൾ സമയം നോക്കുമ്പോൾ 1 1 1 4 ഒന്നുകൾ വരികയാണ്. 11 11 സമയം നമ്മൾ പെട്ടെന്ന് ഫോണിൽ കണ്ടു. അതിനുശേഷം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. താഴെ കൂടി എന്തെങ്കിലും ന്യൂസുകൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരു 4 ഒന്നുകൾ കണ്ടെന്ന് കരുതുക. ഇല്ലെങ്കിൽ നമ്മൾ അന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയി നമുക്കാരെങ്കിലും ഒരാളുടെ ഫോൺ നമ്പർ നമ്മൾ ആവശ്യപ്പെട്ടു, ആളുടെ ഫോൺ നമ്പർ ആകുമ്പോൾ അതിൽ 4 ഒന്നുകൾ കണ്ടെന്ന് നമ്മൾ കരുതുക. നമ്മൾ നോക്കുന്നിടത്തെല്ലാം കുറച്ച് ഒന്നുകൾ കാണുന്നു. പെട്ടെന്ന് നമ്മളിപ്പം നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ നമ്മൾ 4 ഒന്നുകൾ കണ്ടെന്ന് കരുതുക. അടുപ്പിച്ച് കാണണേ, ഇടയ്ക്ക് 0 വരരുത്. അടുപ്പിച്ച് 1 1 1 4 ഒന്നുകൾ, മനസ്സിലായി? ചില സമയം 3 ഒന്നുകൾ കാണും. ചിലപ്പോൾ എൻഡിലായിരിക്കാം, ചിലപ്പോൾ നടുക്കായിരിക്കാം. ഈ 1 1 1 ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5 വരെ എണ്ണം പോകാറുണ്ട്. അത്രയും വരാറില്ല. എനിക്കിപ്പോഴും 3 ഒന്നുകൾ കാണാറുണ്ട്, അല്ലെങ്കിൽ 4 ഒന്നുകൾ കാണാറുണ്ട്. 5 കൂടുതൽ അങ്ങനെ വരാറില്ല. 5 തന്നെ വരുന്നത് വിരളമാണ്. അപ്പം ഇത്തരം നമ്പറുകളെ ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ നോക്കുന്നവിടത്തെല്ലാം അവിചാരിതമായിട്ട് നമ്മൾ ആ നമ്പറുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്രം കിട്ടുമ്പോൾ, മൊബൈലിൽ നോക്കുമ്പോൾ, ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ മൊബൈലിലേക്ക് നോക്കുമ്പോഴെല്ലാം നമ്മൾ ഒന്നുകൾ ചേർന്ന അടുപ്പിച്ച് ഒന്നുകൾ വരുന്ന, അല്ലെങ്കിൽ ആരുടെയും ഫോൺ നമ്പർ കാണുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൽ പറയുന്ന അക്കവും ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ പ്രകൃതി, നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏഞ്ചൽ നമ്പറുകൾ എന്ന് പറയുന്നത്, ആ നമ്പറുകളിലൂടെ ചില ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ആ സമയത്ത് നമ്മളിതുപോലെ ലോട്ടറിയോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തായിട്ട് ഏഞ്ചൽ നമ്പറിൽ പറയുന്ന ഒരു നമ്പറാണ് 222. ഇത് 4 2 ആവാം, 3 2 ആവാം. 2 2 വന്നിട്ട് കാര്യമില്ല. ഒന്നുകിൽ അത് 3 എണ്ണം ഉണ്ടായിരിക്കണം, പിന്നെ 4 5 വരുന്നത് വളരെ വിരളമാണ്. 5 വന്നാൽ വളരെ ലക്കാണ്. ഇപ്പം 2 2 2 ഈ പറയുന്ന അക്കങ്ങളാണ് നമ്മൾ അടുപ്പിച്ച്. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തും പല സമയത്തും നമ്മൾ അറിഞ്ഞോ അറിയാതോ ഈ അക്കമാണെന്ന് ഞാൻ എപ്പോഴും കാണുന്നു, എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ടൈമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അന്ന് അതിൻ്റെ രഹസ്യം അറിയത്തില്ലാത്ത ആളുകൾക്ക് ഇന്ന് ഞാൻ എൻ്റെ രഹസ്യം ഇവിടെ റിവീൽ ചെയ്യുകയാണ്, മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി അതിനനുസരിച്ച് പ്രവർത്തിക്കുക, നടക്കുക. ഇനി 2 2 2 ഇതും ഒരു ഏഞ്ചൽ നമ്പറാണ്. നമുക്ക് ബഹുമാനം, നമുക്ക് അംഗീകാരം, നമുക്ക് പേരും പ്രശസ്തിയും ലഭിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനുള്ള ഒരു ടൈമാണ് ഈ 2 2 2 എന്നുള്ള നമ്പർ നമ്മൾ അടുപ്പിച്ച് കാണുന്നതിനുള്ള രഹസ്യം. എവിടെ തിരിഞ്ഞാലും ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷം മൊത്തം നമ്മളോട് പരിചയപ്പെടുന്ന എവിടെ നിന്നാലും നമ്മൾ 2 2 2 കാണാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ കാണുന്ന പ്രോഗ്രാമിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരു ആക്ടർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ചിലപ്പോൾ ആക്കം കാണും, അല്ലെങ്കിൽ താഴെ കൂടെ പോകുന്ന ഒരു ന്യൂസിൽ ആക്കം കാണും, മൊബൈലിൽ നമ്മൾ ഓണാക്കുമ്പോൾ ആക്കം കാണും. ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ കെയറിൽ നിന്ന് വരുന്ന മിസ് കോളിൽ പോലും ആ രക്കം കാണാൻ സാധ്യതയുണ്ട് അടുപ്പിച്ച്. അപ്പോൾ അതൊരു ഏഞ്ചൽ നമ്പറാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ലോട്ടറി പോലുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ലക്കി ഡ്രോ നമ്മൾ വിൻ ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പിക്കാം. അടുത്തായിട്ട് 3 3 3 3 3 3 3 3 അത് വരികയാണെങ്കിലും നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള തെളിവാണ്. അറിവ്, കൂടുതൽ അറിവ് നമ്മൾ ശേഖരിക്കാൻ പോകുന്നു. നമുക്ക് ആ ഒരു മേഖലയിൽ ഉയർച്ച വരാൻ പോകുന്നു. കലാപരമായി നമ്മളെ അംഗീകരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഇതാണ്. ഇനി മുഴുവനോടെ പണം മാത്രം ലഭിക്കുന്ന ഒരു നമ്പറുണ്ട്. പണം മാത്രം ലഭിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറുണ്ട്. ആ നമ്പറാണ് 4 4 4 4. അതിൽ 3 4 വന്നാലും 4 4 വന്നാലും 5 4 വന്നാലും
അർത്ഥം ഒന്നാണ്. എന്തുകൊണ്ടാണ് 4-ന് ഈ ഒരു ബാഹ്യമുണ്ടെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു 2006 ഉള്ള ഒരു പഴയ മോഡൽ ഫോണുണ്ട്. നമ്മൾക്ക് കട്ടയുള്ള ഒരു തരം മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ 4 പറഞ്ഞുള്ള അക്കത്തെ 3-4 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോളറിൻ്റെ സിമ്പിൾ കിട്ടും. വിദേശത്തു നിന്ന് വന്നതാണ് മൊബൈൽ ഫോൺ, നമുക്കറിയാം. അതിൻ്റെ ആ ഒരു അക്കത്തിൽ 4 അക്കത്തെ 4 തവണ പ്രസ് ചെയ്താൽ നമുക്ക് ഡോളർ സിമ്പിൾ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിൽ നമ്മൾ കീപാഡിൽ ഡോളർ സിമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് 4 അല്ലെങ്കിൽ 5 അനുബന്ധിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോളറിൻ്റെ സിമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടർ കീബോർഡിലാണ് കറക്റ്റ് കിടക്കുന്നത്. കമ്പ്യൂട്ടർ കീബോർഡിൽ 2 സൈഡിലുണ്ട് അക്കങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തവരുണ്ട്. ഞാൻ ഇവിടെ പറയുമ്പോൾ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ട്, കഫേയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുണ്ട്. ഇപ്പോൾ നെറ്റുകളെല്ലായിടത്തും വന്നിരിക്കുന്നുണ്ട്, കഫേയിലൊന്നും ആരും പോകാറില്ല. എന്നാലും കമ്പ്യൂട്ടറായിട്ട് ബന്ധം പുലർത്തുന്നവരായിരിക്കും പലരും. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ കമ്പ്യൂട്ടറിലെ കീബോർഡ് 2 ടൈപ്പിലാണ് അടുക്കിയിരിക്കുന്നത്. ഒന്ന് ഈ മേളിൽ നിന്ന് 1, 2 മുതൽ 9 വരെ, പിന്നെ 0, 1, 2 മുതൽ 9 വരെ മേളിൽ ഒരു ലൈൻ ഉണ്ടാവും. ചില കമ്പ്യൂട്ടറിന് എക്സ്ട്രാ ഒരു ലൈന് താഴെ കാണും. 1, 2, 3 ഒരു 4 ചതുരം, ഒരു ഡയൽപാഡ് പോലെ 9 വരെ അക്കവും 0യും. ഇതിൽ നോക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ലൈനാണ്, മേളത്തെ ഫസ്റ്റ് ഏരിയ. അതിൽ 1, 2, 3 വെറുതെ ഇട്ടിട്ടുണ്ട്. F1 F2 അതല്ല, അതിന് താഴെ. അപ്പോൾ ആ 1, 2, 3 ഇട്ടിരിക്കുന്നതിനകത്ത് ആ 4 അക്കം, നമ്മളിപ്പോൾ DTP ഒക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നവർക്കറിയാം, പ്രസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡോളർ ഫൈൻ കിട്ടും. ഇംഗ്ലീഷ് അക്ഷരവും നമ്മൾ ഷിഫ്റ്റിലൊക്കെ പ്രസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡോളറിൻ്റെ സിമ്പിൾ കിട്ടും. ഡോളറിൻ്റെ സിമ്പിൾ അടിക്കാൻ അല്ലെങ്കിൽ പണത്തിൻ്റെ സിമ്പിൾ അടിക്കാൻ 4 അക്കമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അത്ര തവണ അതേ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് ഡോളറിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ അത് വിദേശത്തു നിന്ന് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ നാട്ടിലെത്തിയൊരു സാധനമാണ് കമ്പ്യൂട്ടർ കീബോർഡ്. അതിലവർ ഫിറ്റ് ചെയ്തിരിക്കുന്ന അക്കം 4ആണ്. 4 അക്കം എത്ര പ്രസ് ചെയ്താലും പണമാണ് വർദ്ധിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഇപ്പം അത് നോക്കണമെങ്കിൽ നിങ്ങൾ പോയി, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വേഗം നോക്കിയാൽ കിട്ടും, കാണാൻ സാധിക്കും. വളരെ സത്യമായൊരു കാര്യമാണ്. 4 അക്കത്തിലാണ് ഡോളർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 അക്കത്തെ ഡോളർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിചാരിതമായിട്ട് ചില മോഡലുകളിൽ ചിലതിൽ 5 സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 5, ചിലതിൽ 3, ചിലപ്പോൾ 3 പ്രസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഡോളർ സിമ്പിൾ കിട്ടാറുണ്ട്, 4 പ്രസ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. ചില ആളുകളിൽ 5 കിട്ടുമ്പോഴുണ്ട്. പക്ഷേ 3/4 പങ്കും കമ്പ്യൂട്ടറുകളിൽ 4 ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഏഞ്ചൽ നമ്പറാണ് 444, മനസ്സിലാക്കുക. ഇത്തരം ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പണം മാത്രമാണ്, വേറെ ഐശ്വര്യങ്ങളൊന്നുമില്ല, പണം മാത്രം. അതായത് ലക്കി ഡ്രോ അല്ലെങ്കിൽ ലോട്ടറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മാന കൂപ്പണുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കാൻ പോകുന്നു എന്നുള്ളതിന് തെളിവാണ്. ആ ടൈമിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അടിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല, മനസ്സിലായോ? വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ലോട്ടറി എടുക്കണേ, കാശ് മുടക്കി ലോട്ടറി എടുക്കണം. എടുക്കാതെ നമ്മളായിട്ടുണ്ട് ലോട്ടറിക്കാരൻ പുറകെ നിർബന്ധിച്ച് കിടക്കും, മടിക്കേണ്ട ടൈം ആകുമ്പോൾ എന്ന് പറയും. ആ പദ്ധതിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ തന്നെ പോയി എടുക്കേണ്ടി വരും. അല്ല പുറകെ വരുന്നതൊന്നും വരുമല്ല. വന്നാൽ തന്നെ നമ്മൾ പറഞ്ഞു വിടുകയാണ്, ഇപ്പോൾ സമയമില്ല, കാശില്ല, പിന്നെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലോട്ടറി ആയിട്ട് വരുന്ന ആളെ ഓടിക്കുകയാണ് ചെയ്യുക. സാറിന് ആരാണേലും അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു വിടും. പക്ഷേ നമ്മൾ ആ ടൈമിൽ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ നിർബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമത് നിർബന്ധിക്കുന്നത് ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 444 കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 333 കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, 222 കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, 1111 കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ലോട്ടറി എടുക്കുക, അല്ലെങ്കിൽ ലക്കി ഡ്രോയിൽ പങ്കെടുക്കുക, സമ്മാന പദ്ധതി പങ്കെടുക്കുക, ഏത് പദ്ധതി പങ്കെടുത്താലും വിജയം നിങ്ങളോടൊപ്പമായിരിക്കും. അത് മനസ്സിലാക്കുക. അതിനുള്ള ഇതാണ്. അതുപോലെ ഹാൻഡിൽ കയ്യിൽ ഇതുപോലൊരു സൈൻ വന്നിട്ടുണ്ടെങ്കിൽ വിജയം നിങ്ങളോടൊപ്പം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അവിചാരിതമായിട്ട് നമ്മൾ 555 കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതല്പം നെഗറ്റീവ് സൈഡാണ്. 555 കാണുന്നതെങ്കിലും 666 കാണുന്നതെങ്കിലും നെഗറ്റീവാണ് നമുക്ക് അനുഭവം ലഭിക്കുക. കാരണം അത് നെഗറ്റീവ് ലെറ്റേഴ്സായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം നമുക്ക് അറിയാം ABCDE കണ്ടോ. നമുക്ക് ഇപ്പോൾ 5 നമ്മുടെ ഭാഗ്യ നമ്പറായിട്ട് ചിലർ പറയാറുണ്ട് 5. പക്ഷേ ഈ 5 എന്ന് പറയുന്ന അക്കം അത്ര ഭാഗ്യം കൊണ്ട് തരുന്ന അക്കമല്ല.
നമ്മളിപ്പോൾ ഒരു പ്രോഗ്രസ് കാർഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇ ഗ്രേഡ് വരുന്നത് നമുക്ക് മോശപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കാം. അത് അഞ്ചാമത്തെ ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂമറോളജി വിഭാഗം 5 വരുന്നത് 6 വരുന്നതൊന്നും അത്ര ശുഭകരമായല്ല. 8 വരുന്നത് അത്ര കുഴപ്പമില്ല. 8 ഇതിന് ശേഷമുള്ളതൊന്നും നമ്മളൊരു ഏഞ്ചൽ നമ്പറായിട്ട് കൂട്ടാറില്ല. 9, 10 ഇതൊന്നും പിന്നെ ഏഞ്ചൽ നമ്പറുകളുണ്ട്. കാരണം അതെല്ലാം ഇരട്ട സംഖ്യയിലേക്ക് പോവുകയാണ്. കാരണം 12, 11 അങ്ങനെ പോവുകയാണ്. പക്ഷെ 11, 11 അല്ല ഞാൻ കൂട്ടാൻ പറഞ്ഞു, 1, 1, 1 കൂട്ടാനാണ് പറഞ്ഞത്. അപ്പോൾ 11, 11 സമയം 1, 1 ആയിട്ട് കൂട്ടിയാൽ മതി. അത് 11, 11 അല്ല. നമ്മൾ ക്ലോക്കിൽ കാണുന്ന ടൈം 1, 1, 1 ആയിട്ട് കൂട്ടാനാണ് ഞാൻ പറഞ്ഞത്. 11, 11 കൂട്ടാനല്ല പറഞ്ഞത്. 11, 11 സമയം കാണുമ്പോൾ 1, 1, 1 ആയിട്ട് കൂട്ടുക. മനസ്സിലായോ? ഇനിയിപ്പോൾ 2, 2, 2 ആയിട്ട് നമ്മുടെ ക്ലോക്കിലെ ടൈമിൽ ഡിജിറ്റലായിട്ട് നമ്മുടെ മൊബൈലിൽ ടൈം കാണുമ്പോൾ 2, 2, 2. ഇനി നമ്മുടെ 24-ൻ്റെ ഇതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 24 മണിക്കൂർ 22, 22 കാണിക്കും. അതും ഒരു സൈനാണ്. ആ സൈൻ വരാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ക്ലോക്ക് കൊണ്ട് 24-ലോട്ട് മറിച്ചിട്ടിട്ട് റെയിൽവേ ടൈം ആക്കി കാണാനല്ല ഉദ്ദേശിക്കുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന പ്രവർത്തികൾക്കല്ല, ഓട്ടോമാറ്റിക് വരുന്ന പ്രവർത്തികൾ. മറ്റാരുടെയും ഒരു കാൽക്കുലേറ്ററോ സാധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈലോ 24 ടൈമിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു മൊബൈൽ നിങ്ങളുടെ കയ്യിൽ കിട്ടി, അങ്ങനെ അവിചാരിതമായിട്ട് നിങ്ങൾ അന്നും 2, 2, 2 ആണ് കണ്ടതെങ്കിൽ ലക്കാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ കുത്തി തിരിച്ച് നിങ്ങളുടെ ഫോണിൻ്റെ ഇത് മാറ്റി മറിച്ചിട്ടിട്ട് നിങ്ങൾ ഈ 2, 2 കാണാനായിട്ട് തിരിച്ചു പോകുകയാണെങ്കിൽ അതിൽ ഭാഗ്യമില്ല. ഓട്ടോമാറ്റിക് കാണണം, നിങ്ങൾ യാദൃച്ഛികമായിട്ട് കാണണം. ഇനി അങ്ങനെ കാണുമ്പോഴും ലോട്ടറി അടിക്കാനുള്ള ട്രിക്ക് അല്ലെങ്കിൽ ലക്കി ഡ്രോ അടിക്കാനുള്ള ട്രിക്ക് എന്നുള്ളതാണ്, അല്ല ടൈമായി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കിട്ടണം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. 1, 1, 1, 2, 2, 2, 3, 3, 3, 4, 4, 4 അവിടം വരെ കൊടുത്താൽ മതി. 5 തൊട്ട് അങ്ങോട്ട് നോക്കണ്ട, ശ്രദ്ധിക്കണ്ട. ഭാഗ്യക്കേടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അത് നമുക്ക് ലക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ. അല്ല 5, 5 കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപകടമൊന്നും വരാൻ പോകുന്നില്ല, മനസ്സിലാക്കുക. അങ്ങനെയും കാണാറുണ്ട്. 9, 9, 9 കാണാറുണ്ട്. 8, 8, 8 കാണാറുണ്ട്. 8, 8 അത്ര പ്രശ്നമില്ല, പക്ഷെ അത്ര ഗുണമൊന്നുമില്ല. 7, 7, 7 കാണാറുണ്ട്. 6, 6, 6 കാണാറുണ്ട്. 5, 5 കാണാറുണ്ട്. അവിടെ തൊട്ട് നമ്മൾ 4 വരെ പിടിച്ചാൽ മതി. 1 മുതൽ 4 വരെ പിടിച്ചാൽ മതി. അത് ഏഞ്ചൽ നമ്പേഴ്സാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ലോട്ടറി മറ്റ് ഭാഗ്യങ്ങളെല്ലാം നേടിയെടുക്കാം എന്നുകൂടി ഞാൻ പറയുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പതിവ് വിഷയത്തിലേക്ക് പോകാം. പതിവ് വിഷയം ഇതാണ്. നമുക്ക് ദിനപ്പൊരുത്തം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മകം നക്ഷത്രത്തെ പറ്റിയാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, പുണർതം, പൂയം, ആയില്യം, മകം ആണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ബാക്കി എല്ലാ നക്ഷത്രത്തിനും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ആകർഷണ വികർഷണങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ അടുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ പാമശ്രീ മല്ലു എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റ് മുഴുവനായിട്ടൊന്ന് കാണുക. അസ്ട്രോളജി 2025 പറയുന്ന പ്ലേലിസ്റ്റ് മുഴുവനായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ഒരു ട്രിക്ക് മനസ്സിലാവും. എന്താണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് ഞാൻ പറയുന്നുള്ള പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഇതിൻ്റെ പദ്ധതി, എന്താണ് പൊരുത്തമില്ലായ്മ, എന്താണ് ഈ കൂട്ട് ബിസിനസ്സുകളിൽ വരുന്ന പരാജയം തുടങ്ങിയവയെ പറ്റിയെല്ലാം ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം മകം നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. മകം നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൻ്റെ ഒന്നാമത്തെ പേരാണ് രേവതി. രേവതി നക്ഷത്രവുമായിട്ട് മകം നക്ഷത്രത്തിന് യാതൊരുവിധ പൊരുത്തവുമില്ല. പക്ഷേ മകം നക്ഷത്രത്തിൽപ്പെട്ടവർ നന്നായി ഇടപെടുകയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. കാര്യ സാമർഥ്യമുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, തൻ്റെ ഇടമുണ്ട്, ജോലി ചെയ്യാനുള്ള നല്ല സാമർഥ്യമുണ്ട്. ജോലികളിൽ വലിപ്പച്ചെറുപ്പം നോക്കാതെ ഏത് ജോലിയും ചെയ്യുന്ന ആളുകളാണ്. ഏത് കഠിനമായ സാഹചര്യത്തിൽ കൊണ്ട് പിടിച്ചിട്ടാലും അവർ ജീവിച്ചോളും. ഏത് കഠിനമായ സാഹചര്യത്തെപ്പറ്റിയും അവർ മറന്നു കളഞ്ഞോളും. ജീവിതത്തിൽ വരുന്ന കഷ്ടനഷ്ടങ്ങളെപ്പറ്റി ഓർത്ത് അവർ ദുഃഖിക്കാറില്ല. അപ്പോൾ കാണുന്ന ലൈഫ് അവർ അന്നന്നത്തെ ദിവസം എൻജോയ് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. നാളെപ്പറ്റിയോ ഭാവിയെപ്പറ്റിയോ അവർ കൂടുതലായി ചിന്തിച്ച് ദുഃഖിക്കാറില്ല. ഇതാണ് മകം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നക്ഷത്രമാണ് മകം. ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് കമൻറ്റുകൾ മൈൻഡിനെ ഇമ്പാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഒരു പ്രാധാന്യവും ജീവിതത്തിൽ കൊടുക്കാത്ത, സ്വന്തം വഴിയെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണ് മകം എന്ന് പറയുന്ന നക്ഷത്രം. ആരുടെ അഭിപ്രായം കേൾക്കണം, ആരെന്താ അഭിപ്രായം പറഞ്ഞാലും ഒന്നുമില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ചെവി കൂടി കയറി മറ്റേ ചെവി കൂടി ഇറക്കി വിട്ടു എന്ന് പറയുന്ന പോലെ
ചെവി പോലും കയറാൻ അനുവദിക്കാത്ത ആൾക്കാരാണ് മകം. നെഗറ്റീവ് കമൻറ്റ് മാത്രം നല്ല കാര്യമല്ല, നല്ല കാര്യം അവരെ സ്വീകരിക്കും. അപ്പോൾ മകവുമായിട്ട് യോജിക്കാത്ത നക്ഷത്രത്തിൻ്റെ പേരാണ് രേവതി. രേവതി വരുന്ന ഒരാൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വാക്കുതർക്കം നടക്കാം, അല്ലെങ്കിൽ ഇഷ്ടക്കുറവ് നടക്കാം. വികർഷണമാണ് അനുഭവപ്പെടുന്നത്, നേരിട്ടുള്ള വികർഷണമാണ്. ആയില്യത്തിൻ്റെ പോലെ മനസ്സിൽ വരുന്ന വികർഷണമല്ല. ആയില്യത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, അതല്ല, നേരിട്ടുള്ള വികർഷണമാണ്. അതുകൊണ്ട് തന്നെ മകത്തിന് രേവതി ദിവസം വരുന്ന ദിവസം അത്ര ശുഭകരമല്ല. ശാരീരികമായും മാനസികമായും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ എടുക്കും, മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൊരുത്തമില്ലാത്ത അടുത്ത നക്ഷത്രത്തിൻ്റെ പേരാണ് ഉത്രം. ഉത്രം നക്ഷത്രവുമായിട്ട് മകത്തിന് പൊരുത്തമില്ല, മനസ്സിലാക്കണം. രേവതിക്ക് മകം വരുന്ന ദിവസവും പൊരുത്തമില്ല, ഉത്രത്തിന് മകം വരുന്ന ദിവസവും പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കുക. തിരിച്ചും മറിച്ചും കിട്ടും, രണ്ടുപേർക്കും തുല്യമാണ്. അപ്പം മതത്തിൻ്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ പേരുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അതേപ്പറ്റി വിശദമായിട്ട് ബാക്കി വഴിയേ വരുന്നു. ഇനി മകവുമായിട്ട് ഉത്രത്തിന് യോജിപ്പൊന്നുമില്ല. അപ്പോൾ ഉത്രം നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ല, ഉത്രം വരുന്ന ദിവസവുമായിട്ടും പൊരുത്തമില്ല. അടുത്തായിട്ട് ചിത്തിര നക്ഷത്രവുമായിട്ട് മകത്തിന് പൊരുത്തമില്ല. അപ്പോൾ ചിത്തിര നക്ഷത്രം വരുന്ന ദിവസം ചിത്രപ്പെടുന്ന ആൾ, ഈ രണ്ട് കാര്യവുമായിട്ടും മകത്തിന് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രവുമായിട്ട് മകത്തിന് യാതൊരുവിധ പൊരുത്തവുമില്ല. അപ്പോൾ വിശാഖം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല. വിശാഖത്തിൽ വരുന്ന ആളുമായിട്ടുള്ള ഒരു സമ്പർക്കവും അത്ര പൊരുത്തമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിയും മകവുമായിട്ട് അത്ര വലിയ പൊരുത്തമൊന്നുമില്ല. അപ്പോൾ പൂരുരുട്ടാതി വരുന്ന ആളും പൂരുരുട്ടാതി വരുന്ന കലണ്ടർ വരുന്ന ദിവസവും അത്ര ശുഭകരമല്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി വരുന്ന ദിവസവും ഉത്രട്ടാതി വരുന്ന ആളും മകത്തിന് ശുഭകരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകത്തിന് ശുഭകരമായ നക്ഷത്രങ്ങൾ, ഞാനിതിൽ ഉൾപ്പെടുത്താത്ത എല്ലാ നക്ഷത്രവും മകത്തിന് ശുഭകരമായ നക്ഷത്രങ്ങളാണ്. ആ ദിവസങ്ങളെല്ലാം മകത്തിന് ശുഭകരമാണ്. ഇവിടെ ഞാനിപ്പോൾ നിലവിൽ ഇത്രയും നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 6 നക്ഷത്രങ്ങളുമായിട്ട് മകത്തിന് പൊരുത്തക്കുറവുണ്ട്, വളരെ ബാഹ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആയില്യത്തിന് 8ആയിരുന്നു, ഇപ്പം 6 ഉള്ളൂ പൊരുത്തക്കുറവ്. ഭയങ്കര ലക്കാണ്. കാരണം ബാക്കി 27 6 പോയാൽ എത്രയുണ്ട് മനസ്സിലായല്ലോ. ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, ബാക്കിയുള്ളവരായിട്ടെല്ലാം നിങ്ങൾക്ക് പൊരുത്തം കൂടുതലാണ്. അപ്പോൾ അത്രയും ജനങ്ങളുമായിട്ടുള്ള യൂണിയനായിട്ട് പ്രവർത്തിക്കാൻ, നേതൃസ്ഥാനം, അതുപോലെ ലീഡറാവാൻ എല്ലാം നിങ്ങൾക്ക് യോഗമുണ്ട്. കാരണം നിങ്ങൾക്ക് ശത്രുക്കളുടെ എണ്ണം കുറവാണ്. നിങ്ങളുമായിട്ട് ശത്രുനക്ഷത്രമുള്ള 6 പേരും വളരെ ലക്കിയാണ്. മകം പറഞ്ഞ മങ്ക എന്ന് നമ്മൾ കേട്ടില്ലേ. മകത്തിന് വളരെയധികം ഭാഗ്യമുണ്ട്, മകത്തിന് കലാപരമായ ഭാഗ്യമുണ്ട്, പല രീതിയിലുള്ള ഭാഗ്യമുണ്ട്. ശത്രു നക്ഷത്രങ്ങൾക്ക് എണ്ണം കുറയുകയാണ്. ഇനി മുന്നോട്ട് പോകും തോറും ശത്രു നക്ഷത്രങ്ങൾക്ക് എണ്ണം കുറവാണ്. ഇപ്പോൾ ഒരു 6 ദിവസമേ മാസത്തിനകത്ത് 30 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസമേ നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ക്ഷീണത അനുഭവപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 6 നക്ഷത്രവുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് പൊരുത്തക്കുറവുള്ളൂ. ബാക്കി എല്ലാ നക്ഷത്രമായിട്ടും നിങ്ങൾക്ക് ഏകദേശം പൊരുത്തമുണ്ട്. പൊരുത്തമില്ലാത്തതുണ്ട് കേട്ടോ, പക്ഷേ അത്ര ഭീകരമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അശ്വതിയായിട്ട് പൊരുത്തമുണ്ട്, തിരുവാതിരയായിട്ട് പൊരുത്തമുണ്ട്, ഭരണിയായിട്ട് പൊരുത്തമുണ്ട്, കാർത്തികയായിട്ട് പൊരുത്തമുണ്ട്. ഇനി ഞാനും കൂടെ എടുത്ത് പറയുന്നില്ല, ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. നിങ്ങൾക്ക് കൂട്ടുകൃഷി, ബിസിനസ്, സ്ഥാപനങ്ങളിടുക, ഒന്നിച്ച് ജോലി ചെയ്യുക തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ധാരാളം പേര് ഫോൺ നമ്പർ തരും, പരിചയപ്പെടുന്നു, ധാരാളം പേരെ നിങ്ങൾ വിളിക്കും, ധാരാളം പേരോട് നിങ്ങൾ സംസാരിക്കും. നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ആ ആവശ്യത്തിന് നിങ്ങൾ വിളിക്കുന്ന ആൾ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. കാരണം നിങ്ങളുമായിട്ട് പൊരുത്തമുള്ളവരാണ് 3/4 പങ്ക് ആളുകൾ. നിങ്ങൾക്ക് ജോലിക്ക് ഒരു പഞ്ഞം ഉണ്ടാവുക. എന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, ജോലിക്ക് ബുദ്ധിമുട്ടാണ്. ശത്രുനക്ഷത്രങ്ങൾക്ക് എണ്ണം കൂടിക്കഴിഞ്ഞാൽ ജോലി സ്ഥാപനത്തിൽ എടുക്കണമല്ലോ. ചെല്ലുമ്പോഴേ ദൃഷ്ടി പിടിച്ചില്ല, അല്ലെ കണ്ണിന് പിടിച്ചില്ല എന്നൊന്നും കേട്ടില്ലേ. അല്ലെ എന്നെ കാണുമ്പോൾ അയാൾക്ക് ചതുർത്ഥിയാണ്, എന്നെ കാണുമ്പോൾ ഈർച്ചയാണ്, സഹപ്രവർത്തകർക്ക് എന്നെ കുറ്റമാണ്, അവരെന്നെ കുറ്റപ്പെടുത്തും, അവരെന്നെ ഒഴിവാക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ മഹത്തിനില്ല. ഉണ്ടാവും ആരൊക്കെ കൂടുമ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞ 6 പേരാണ് നിങ്ങളോടൊപ്പം ഉള്ളെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. ഈ 6 പേരല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വെച്ചടി ഉയർച്ചയും സാമ്പത്തിക യോഗവും എല്ലാം ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലാക്കുക. വളരെയധികം മുന്നോട്ട് പോകുന്ന നക്ഷത്രമാണ് മകമെന്ന് നമ്മൾ മനസ്സിലാക്കുക. വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ് മകം എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷപരമായിട്ട് ഒരു യോഗത്തെപ്പറ്റി നമ്മളിന്ന് സംസാരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന യോഗത്തിൻ്റെ പേരാണ് ബുധ ആദിത്യ യോഗം.
അല്ലെങ്കിൽ ഇതിനെ നിപുണ യോഗമെന്നാണ് അറിയപ്പെടുന്നത്. ബുധ ആദിത്യ യോഗം അല്ലെങ്കിൽ നിപുണ യോഗം. ഈ യോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതീവ ബുദ്ധിമാനാണ് ആ വ്യക്തി. സ്ത്രീ ആയിക്കൊണ്ട് ബുദ്ധിമതി, സ്ത്രീക്കും പുരുഷനും ഇത് വരും. പക്ഷെ ബുധ ആദിത്യ യോഗം നമ്മുടെ ഗ്രഹനിലയുണ്ടെന്ന് ഒരു ജ്യോതിഷനെ കൊണ്ടോ ആചാര്യനെ കൊണ്ടോ നോക്കുകയാണെങ്കിൽ, ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതീവ ബുദ്ധി, ഏത് ജോലിയും ചെയ്യാനുള്ള കഴിവുകൾ, മധുരമായ ശബ്ദം, ശബ്ദത്തിൽ സ്വീറ്റ് വോയിസ്, പുരുഷനാണേലും സ്ത്രീ ആണേലും ഗാംഭീര്യമുള്ള ശബ്ദം അല്ലെങ്കിൽ മധുരകരമായ ശബ്ദം, ഇമ്പമുള്ള ശബ്ദത്തിന് ഉടമകൾ. അപ്പോൾ ബുധ ആദിത്യ യോഗം, അതിന് മറ്റൊരു പേരാണ് നിപുണ യോഗം എന്ന് പറയുന്നത്. കാര്യപ്രാപ്തിയുണ്ട്, ധാരാളം സൗഹൃദങ്ങൾ ലഭിക്കും. സൗഹൃദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവരുടെ ഹോബി. നിപുണ ആദിത്യ യോഗം ഉണ്ടെങ്കിൽ, ബുധ ആദിത്യ യോഗം ഉണ്ടെങ്കിൽ നിപുണ യോഗം എന്ന് ഒറ്റ പേരാണ്. നേതാവാകാനുള്ള കഴിവ്, അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒരു യോഗം വന്നാൽ. പേര് മറന്നു പോകണ്ട, ബുധ ആദിത്യ യോഗം എന്ന് പറയും, നിപുണ യോഗം എന്നും പറയും, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉയർച്ചയാണ്. 27 നക്ഷത്രക്കാരൻ ഗ്രഹനില ചെക്ക് ചെയ്യണം, അതിലെവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ കാണും. നൂറുകണക്കിന് യോഗങ്ങളുണ്ട്. ഗുണകരമായ യോഗങ്ങളാണ് ഈ അവിടെ പറയുന്നത്. 1-2 യോഗങ്ങളെ നെഗറ്റീവ് സൈഡ് പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവ് സൈഡ് വരുന്ന യോഗങ്ങളും ഒരു കുന്നുകണക്കിനുണ്ട്, നല്ല യോഗങ്ങളും കുന്നുകണക്കിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് യോഗങ്ങൾ പ്രതികൂലമാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ നല്ല മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങൾ കേൾക്കുക, കാണുക, പറയുക, അനുഭവിക്കുക, സന്തോഷിക്കുക തുടങ്ങുക. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പ്രാപ്തി ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് മൈൻഡും വളരും. അപ്പം നമുക്ക് ഇതുപോലെ മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം. അപ്പം ലക്ഷ്യം എന്തിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്കിലേ നമുക്കൊരു അറ്റം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 100 രൂപ സമ്പാദിക്കണം നമ്മൾ തീരുമാനിക്കണം. 100 രൂപയിലേക്ക് നമുക്കൊരു യാത്രയുണ്ട്. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിയും. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ജോലി ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു വലിയ തുക അല്ലെങ്കിൽ നമ്മളൊരു ജീവിതത്തിലൊരു ലക്ഷ്യം, അല്ലെങ്കിൽ നമുക്കൊരു ഫിലിം ഫീൽഡിൽ പോകണം, അല്ലെങ്കിൽ സിനിമാ നടനാവണം, നടിയാവണം, അല്ലെങ്കിൽ വലിയൊരു യോഗ്യത ലഭിക്കുന്നൊരു പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ നമ്മളൊരു ഇന്നൊരു മത്സരത്തിൽ നിന്ന് ജയിക്കണം, ഒക്കെ നമ്മൾ നോക്കുകയാണ്. ഒരു ലീഡർ ആവണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുക്കുന്നൊരു പാതയുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പുറത്ത് ആളുകളോട് പറയാതിരിക്കുക. പുറത്ത് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ വഴിമുടക്കികളുടെ എണ്ണം വർദ്ധിക്കും. ആരും അറിയാതെ നമുക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാതയിൽ തടസ്സങ്ങളുണ്ടാവുകയില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന മിക്ക ആളുകളും ലക്ഷ്യപ്രാപ്തികളിൽ എത്താത്തത് നിങ്ങളുടെ മനസ്സിലിരിപ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ വീമ്പ് അടിച്ച് നടന്നപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. 10 പേരോട് പറഞ്ഞ് നമുക്ക് ഗമയെടുത്തില്ലെങ്കിൽ നമുക്ക് ആർക്കും ഉറക്കം വരാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തടസ്സങ്ങൾ വരുന്നതിന് മെയിൻ കാരണം നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് മനസ്സിലായി. നമ്മളൊക്കെ ബുദ്ധിമാന്മാരും കർമ്മശേഷിയുള്ളവരാണെങ്കിൽ നമ്മുടെ പാത അവർക്ക് എളുപ്പം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്കിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തുക പാടാണ്. വളരെയധികം പ്രയത്നിച്ചിട്ട് നമുക്ക് വിജയമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ വിജയിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് വിജയം ലഭിക്കണമെങ്കിൽ നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആളുകളോട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പോൾ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്ലാനുകൾ പുറത്തേക്ക് പറയാതിരിക്കുക. രണ്ടാമത്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് നമ്മളുണ്ടെങ്കിൽ അത് മനസ്സിൽ നമ്മൾ ആവർത്തിക്കുക. നമുക്ക് പോസിറ്റീവായിട്ട് ലഭിക്കുന്ന, ഞാൻ പറഞ്ഞ അഫർമേഷനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യത്തെ എൻ്റെ അസ്ട്രോളജി എന്ന് പറയുന്ന വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അഫർമേഷൻ എന്നുള്ളത്, ഞാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നുള്ളത്. ഒന്നുകൂടി ഞാൻ അത് വ്യക്തമാക്കി തരാം. നമ്മൾ മനസ്സിൽ ആവർത്തിക്കുന്ന വാക്കുകൾ, നമുക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ നമ്മൾ വർത്തമാനകാലത്തിൽ പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുകയും അതിനനുസരിച്ചുള്ള സിഗ്നലുകൾ പുറത്തുനിന്ന് നമുക്ക് ആകർഷിക്കപ്പെടുകയും അതോടുകൂടി നമ്മുടെ ആ ലൈഫിൻ്റെ ഒരു പാത്ത് തെളിഞ്ഞു വരികയും ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോട്ടറി അടിക്കുന്നതിന് നമ്മൾ ചിന്തിക്കുകയാണ്. ലോട്ടറി അടിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണ് ഇത് നമ്മൾ എന്തൊക്കെ ചെയ്യും, നമുക്ക് ലോട്ടറി എടുത്ത ശേഷം നമ്മളത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യുമെന്ന് ആദ്യമേ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ ആ പണത്തെ എങ്ങനെ ചിലവഴിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അതിനൊരു എൻഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അടിക്കും എന്ന ചിന്ത മാത്രം വെച്ച് നമ്മൾ പോകും. പക്ഷെ നമ്മൾ അതിനൊരു എൻഡ് റിസൾട്ട് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കുമ്പോഴേ നമ്മളെ മനസ്സാൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ആ ഭാഗ്യക്കുറി ലഭിച്ചു കഴിഞ്ഞു എന്ന്. അതോടുകൂടി ഒന്നാമത്തെ പാത സുഗമമായി. രണ്ടാമത്,
ഞാൻ പറഞ്ഞ പോലെ ആ ഏഞ്ചൽ നമ്പേഴ്സുള്ള അക്കത്തിലുള്ള ലോട്ടറികൾ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അടിക്കുന്ന ചാൻസ് കൂടുതലാണ്. പിന്നെ മനസ്സിൽ നമ്മൾ അതിന് പറ്റിയൊരു അഫർമേഷൻ, ഞാൻ ബാഹ്യവാനാണ്, എല്ലായ്പ്പോഴും എന്നോടൊപ്പം ബാഹ്യമുണ്ട്, ഏതൊരു കാര്യത്തിലും ബാഹ്യം എന്നെ തുണയ്ക്കുന്നു, ഞാൻ ഇപ്പോഴും എല്ലായ്പ്പോഴും ബാഹ്യവാനാണ്, ഇന്ന് തുടങ്ങിയുള്ള അഫർമേഷനുകൾ നിങ്ങൾ മനസ്സിൽ നിരന്തരമായി ഉരുവിടുക. അപ്പോൾ അതൊരു മന്ത്രത്തിനെ മാതിരി തന്നെ നിങ്ങൾ ഉരുവിടുക. അതൊരു മന്ത്രമല്ല, പക്ഷെ മന്ത്രത്തിന് തുല്യമായ ഒരു ചാൻറ്റിങ്, അതായത് പറയൽ, ഒരു കുറച്ച് വെർബുകൾ ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പലർക്കും പല ചിന്താഗതിയുണ്ട്, അന്ധവിശ്വാസമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ യുക്തി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിനകത്ത് ഒരുപാട് ന്യൂറോണുകളുണ്ട്, ഒരുപാട് നാഡികളുണ്ട്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിനും സ്പെഷ്യൽ ഒരു നാഡി അവിടെ മുളച്ചു വരികയാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഏതൊരു പ്രവൃത്തി ചെയ്യാനും എക്സ്ട്രാ ഒരു നാഡിയുണ്ട്. ആ നാഡി ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. ബലപ്പെടുന്ന അനുസരിച്ചാണ് നമ്മുടെ കഴിവ് വർദ്ധിക്കുന്നത്. നമ്മൾ അതിൽ നിന്നുള്ള ടച്ച് അങ്ങ് വിടുകയാണെങ്കിൽ അതങ്ങോട്ട് പോകും. ആ നാഡിയുടെ പ്രവർത്തനം നിൽക്കുകയോ അതില്ലാതാവുകയോ ചെയ്യും. അതിന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്കത് കൃത്യം മനസ്സിലാവും. നിങ്ങൾ കുട്ടിക്കാലത്ത് പാട്ട് പാടുന്ന ആളായിരിക്കും എന്ന് കരുതുക. നിങ്ങൾ കുറേ കാലമായിട്ട് പാട്ട് പാടുന്നില്ല എന്ന് വെക്കുക. ജോലി സമ്മർദ്ദം കൊണ്ടോ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ പാട്ട് പാടുന്നില്ല. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ പാട്ട് പാടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ പാട്ട്? നിങ്ങളിനി ഒരാഴ്ച ശരിക്കും പ്രാക്ടീസ് ചെയ്താൽ പാട്ട് ഡെവലപ്പാവും. നിങ്ങൾ പാട്ട് ഒന്ന് പാടി നോക്കി, നടക്കുന്നില്ല, കിട്ടുന്നില്ല, പറ്റുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യും? ആ പദ്ധതി നിർത്തും. അപ്പം നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ന്യൂറോണ് നിങ്ങളുടെ ആ ഒരു ടൈമിൽ കുറേ കാലം നിങ്ങൾ പെൻഡിങ് ആക്കിയ ശേഷം ഉപയോഗിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ മടി വരും. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ദിവസവും ഡ്രൈവിങ് പഠിക്കുകയാണ്, നിങ്ങളുടെ ന്യൂറോൺ ശക്തപ്പെടുന്നു. കുറേ കാലത്തേക്ക് നിങ്ങൾ വാഹനങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് എടുക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ വാഹനം മുന്നോട്ട് പോവുകയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ന്യൂറോൺ അവിടെ പണി മുടക്കി. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് തമിഴ് സിനിമകൾ കാണുന്ന ആളായെന്ന് വരിക. നിങ്ങൾ കുട്ടിക്കാലത്ത് നന്നായി തമിഴ് സംസാരിക്കുമെന്ന് വരിക. കുറേ വർഷമായിട്ട് നിങ്ങൾ രാജസ്ഥാൻ പോലൊരു സ്ഥലത്ത് നിങ്ങൾ ചുറ്റും കേട്ടിട്ടുണ്ടെങ്കിൽ ഹിന്ദിയാണ്. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ തമിഴ് ഓർമ്മ ഉണ്ടാവുമല്ലോ, പടമൊന്നും കാണുന്നില്ല എങ്കിൽ. ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുന്നുണ്ടെങ്കിൽ ഓർമ്മ വരും. നിങ്ങൾ കണ്ടുന്നേ ഇല്ലെന്ന് കരുതുക. നിങ്ങളുടെ വാക്ക് പോലും മലയാളം പോലെ നിങ്ങൾ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടിയായിരിക്കും. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു ചെറിയ ഒരു ഉടക്ക്, ഒരു കൊഞ്ഞ എന്ന് പറയും. ഇപ്പോൾ കോട്ടയത്തുള്ള മലയാളം വാക്കിനകത്ത് കൊഞ്ഞ വരിക എന്ന് പറയാറുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്നത് അതിനൊരു നാക്കിന് കെട്ട് വീണു എന്നൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ പല പേരാണ്. നമ്മൾ കോട്ടയം മലയാളത്തിൽ പറയുന്നത് കൊഞ്ഞ വീഴുക, സംസാരിക്കുമ്പോൾ കൊഞ്ഞ വരിക എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളത്തിന് കൊഞ്ഞ വരുന്നത്? അല്ലെങ്കിൽ മലയാളം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്നത്? നിങ്ങൾ വേറൊരു ഭാഷയാണ് കേട്ടോണ്ടിരുന്നത്, നിങ്ങൾ ഹിന്ദി ആയിരിക്കും കേട്ടോണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ന്യൂറോൺ വർക്ക് ചെയ്യില്ല. എന്തിന്? മലയാളത്തിന്. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ചുറ്റുപാട് മലയാളത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ ന്യൂറോണുകൾ മലയാളത്തിൽ വർക്ക് ചെയ്തു. നിങ്ങൾ രാജ്യം വിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളിനി അമേരിക്കയിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിയുമ്പോൾ കേട്ടിട്ടുണ്ട്, ബലം കൊടുത്ത് സംസാരിക്കും, ഹലോ എന്നുള്ള രീതിയിലോട്ട് സംസാരിക്കും. മലയാളം എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ രീതിയിലോട്ട് നമ്മുടെ നാവ് തന്നെ മാറും. ഏത് വ്യക്തിയാണേലും നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ കളിയാക്കും, ഓ അവൻ്റെ ഒരു ജാട, അവന് മലയാളം പറയാൻ മേല, അവൻ ഇവിടുന്ന് പോയവനല്ലേ, പിന്നെ എന്നെ അവനിപ്പോൾ അത് വായിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. വായന മറന്നുപോകും, എഴുത്തും മറന്നുപോകും, സംസാരിക്കാനും പറ്റത്തില്ല. ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ മനുഷ്യന് എല്ലാ കാര്യത്തിൽ നിന്നുള്ള ഇത് പോകും. അതാണ് ബ്രെയിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഫർമേഷൻ നിരന്തരമായി ഉപയോഗിക്കുക. ഏത് കാര്യത്തിലുള്ള അഫർമേഷനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ബ്രെയിൻ ഡെവലപ്പ് ആകും. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് അവിടെ നിലനിൽക്കും. ബാഹ്യത്തിന് വേണ്ടിയുള്ള അഫർമേഷൻ ആണെങ്കിൽ ബാഹ്യമാണ് കിട്ടുക. നെഗറ്റീവ് ചിന്തയാണെങ്കിൽ നെഗറ്റീവാണ് പൊങ്ങി വരിക. മനസ്സിലായല്ലോ? ബ്രെയിനിൻ്റെ ന്യൂറോണുകൾ നെഗറ്റീവായി തീരും. അപ്പം നെഗറ്റീവേ വരും. നിങ്ങൾക്ക് ഏത് കഴിവാണ് വേണ്ടത് അത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് നിർത്തി കഴിഞ്ഞാൽ മിനിമം ഒരു 3 മാസത്തേക്ക് പ്രാക്ടീസ് കാണും. 3 മാസം കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് ആ ന്യൂറോൺ പണി മുടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ യുക്തി. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണെന്ന് തെളിയിക്കുക. ഇതിൽ കൂടുതൽ തെളിവ് വേണ്ട. ടച്ച് വിട്ടുപോവുക. പെയിൻറ്റ് ചെയ്യുന്ന ആൾ പെയിൻറ്റിങ് നിർത്തിയാൽ ടച്ച് വിട്ടുപോകും. പടം വരയ്ക്കുന്ന ആൾ പടം വര നിർത്തിയാൽ ടച്ച് വിട്ടുപോകും. ജോലികൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ കുറച്ച് കാലം നിർത്തിക്കഴിഞ്ഞാൽ ടച്ച് വിട്ടുപോകും. പിന്നെ വേണ്ടത് എന്താണ്? പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫാസ്റ്റായിട്ട് ന്യൂറോൺ ഡെവലപ്പാകും. ഇപ്പോൾ ഡ്രൈവിങ് ചെയ്ത ആൾ ഡ്രൈവിങ് നിർത്തി, ഒരു കൊല്ലത്തിന് ശേഷം വണ്ടി എടുക്കുമ്പോൾ ഇച്ചിരി പാളിപ്പോയി ഒരു ആഴ്ച ഓടിച്ചു കഴിയുമ്പോൾ ഫാസ്റ്റായിട്ട് ബ്രെയിനിലെ ന്യൂറോണല്ല
ഡെവലപ്പായി പഴയ രീതിക്കാവും. അപ്പം ഡെവലപ്പ്. അപ്പോൾ വർഷങ്ങളായിട്ട് തമിഴ് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഒരു 15 കൊല്ലത്തേക്ക് തമിഴ് ഭാഷ ഉപയോഗിച്ചില്ല, മറന്നുപോയി. പക്ഷേ വേറൊരു ഭാഷയിൽ നിന്ന് ആൾ അവിചാരിതമായിട്ടൊരു തമിഴ് സിനിമ കണ്ട് ഒരു 5 സിനിമ നിരന്തരമായിട്ട് കണ്ടു കഴിയുമ്പോൾ ഒരു 5ാമത്തെ സിനിമയാകുമ്പോൾ അയാൾ പഴയ ലെവലിലെത്തും. കാരണം ഒരിക്കൽ ടച്ച് വിട്ടുപോയൊരു കാര്യം രണ്ടാമത് നമ്മൾ ആവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ടച്ച് നമ്മളോട് അക്സെപ്റ്റ് ആവുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യാറില്ല. നമ്മൾ ഒരു തവണ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ഇനിയിപ്പോൾ നമുക്കൊരു 70 വയസ്സായാലും നമ്മൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് അത് ഡെവലപ്പായി വരും. നമ്മുടെ ബോഡി കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് ഡെവലപ്പായി ആ കാര്യം നമ്മളിലേക്ക് എത്തും. അപ്പോൾ കൊച്ചിനെ നമ്മൾ നന്നായി വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. നമ്മൾ കുറേ കാലം എഴുത്തില്ലെങ്കിൽ പേന ഓടാതെ വരും, കൈ ഓടാതെ വരും. പക്ഷെ നമ്മൾ ഒരാഴ്ച കുത്തിയിരുന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് പിന്നെ ഫാസ്റ്റായി പഴയ ലെവലിലോട്ട് പോകും. ഏതാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എഴുതി സ്പീഡിലോട്ട് പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആകർഷണ നിയമം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അഫർമേഷൻസ് നിങ്ങൾ ഉപയോഗിച്ച് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് അത് അടിക്കാനുള്ള അർഹതയുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള രീതിയിലുള്ള അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങളുടെ കൈരേഖയിൽ ഇങ്ങനൊരു ചിഹ്നം ഉണ്ടെന്ന് നോക്കിയ ശേഷം ഏത് രീതിയിലാണ് ഇതിൽ ഏത് ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ കൈരേഖയിൽ ഇത്തരം ഒരു ചിഹ്നം അപ്പോൾ വരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മൈൻഡിലെ ചിന്തകൾ കൊണ്ട് നമുക്ക് തീർച്ചയായും ഹസ്തരേഖ സൃഷ്ടിക്കാൻ സാധിക്കുന്നു, മായ്ച്ചു കളയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാഞ്ഞു പോകാറുണ്ട്. 3 മാസം കൊണ്ട് മായ്ക്കാതെ പിടിച്ചു നിർത്താനും പറ്റും, വരുത്താനും പറ്റും, കളയാനും പറ്റും. കൈരേഖയെ മാത്രം, മറ്റൊന്നും കളയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ കറുത്ത മുടി നരപ്പിക്കാൻ സാധിക്കത്തില്ല, നരച്ച മുടി കറുപ്പിക്കാനും സാധിക്കത്തില്ല അഫർമേഷൻ ഒന്നും വെച്ചുകൊണ്ട്. പക്ഷേ ഹസ്തരേഖ മായ്ച്ചു കളയാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളത്തിനെ നമുക്ക് വേറൊന്നും ആക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളം വറ്റിച്ച് കളയാനൊന്നും നമുക്ക് അഫർമേഷൻ കൊണ്ട് സാധിക്കത്തില്ല. നമ്മുടെ ബോഡി കണ്ടീഷനിൽ നമുക്ക് മാറ്റാവുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു സാധനമാണ് ഹസ്തരേഖ. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വെക്കും. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൂടുതൽ നമ്മൾ ക്ഷമയോടെ നിലനിൽക്കുന്നത്? നമ്മുടെ ചരിത്രത്തിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ കേട്ട് പറഞ്ഞൊരു കഥയാണ് വിക്രമാദിത്യനും വേതാളവും. നമുക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ നമുക്കൊരു കഥയാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ പുടം കൊള്ളിച്ചൊരു കഥയാണ് വിക്രമാദിത്യനും വേതാളവും. അതിനെങ്ങനെയാണ് വിക്രമാദിത്യന് ആ കാര്യം നേടിയെടുക്കുന്നത്? ക്ഷമയോടുകൂടി ഒരു പ്രവൃത്തി ചെയ്തു. അപ്പം ക്ഷമ വലിയൊരു ആയുധമാണ്. നമ്മളോട് ഉപദ്രവം ചെയ്തവരോട് ക്ഷമിക്കാവുന്ന ക്ഷമയല്ല ഈ ക്ഷമ. കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്ഷമയുടെ കാര്യമാണ് ഈ ക്ഷമ. മലയാളത്തിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ക്ഷമ. മനസ്സിലായല്ലോ? കാത്തിരിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക, ആ ക്ഷമയോടെ കാത്തിരിക്കുന്ന ക്ഷമയാണ് ഈ ക്ഷമ. നമ്മളോട് അക്രമം ചെയ്തവരെ ക്ഷമിക്കുന്ന കാര്യമല്ല ഈ ക്ഷമ. അത് വേറെ ക്ഷമ, ഇത് വേറെ ക്ഷമ. അപ്പോൾ കാത്തിരിക്കുന്ന ക്ഷമയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വിക്രമാദിത്യനോട് 25 കഥയാണ് വേതാളം പറഞ്ഞത്. ആ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല. പകരം ഞാൻ ഇവിടെ വിക്രമാദിത്യനെടുത്ത ഒരു ആറ്റിറ്റ്യൂഡ്, മൈൻഡിൻ്റെ ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. 25 കഥ വേതാളം പറയുന്നു. അപ്പം വേതാളത്തിനെ പിടിച്ചുകൊണ്ട് വരികയാണ് വിക്രമാദിത്യൻ്റെ ജോലി. അപ്പം വേതാളത്തെ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വേതാളം പറന്നു പോകും. വേതാളം എന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യം? ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്: ഞാനൊരു കഥ പറയും, കഥയുടെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വിക്രമാദിത്യൻ തല പൊട്ടിത്തെറിക്കും. ഉത്തരം പറഞ്ഞാലോ ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ 25 തവണ കഥ പറയും. 25 ലാസ്റ്റിലാണ് 25 ആയത്. പക്ഷേ ഒരു തവണ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞ ശേഷം വേതാളം പറന്നുപോയി. വീണ്ടും വിക്രമാദിത്യൻ കാട് അങ്ങറ്റം വരെ നടക്കുക. വേതാളം പറന്നാണ് പോകുന്നത്, വിക്രമാദിത്യൻ മനുഷ്യനാണ് നടന്നാ പോകുന്നത്. വേതാളം അങ്ങ് പറന്നുപോയി. ഈ വേതാളത്തെ പിടിക്കാണ്ട് വീണ്ടും വിക്രമാദിത്യൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വീണ്ടും വേതാളം അടുത്ത കഥ പറയും. വീണ്ടും വേതാളം പറന്നു പോകും. വീണ്ടും വിക്രമാദിത്യൻ നടന്നു പോയതിനെ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ 25 തവണ നിർത്താതെ ഈ ഒരു കാര്യം നടന്നു. 25 ദിവസമാണ് എടുത്തത്. അല്ല 25 നമ്മളെ പരിപാടി കാണുന്ന പോലെ 25 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമല്ലായിരുന്നു. 25 രാത്രികൾ, അതും അമാവാസി പോലെ ഏതോ രാത്രിയാണ്. ആ ഒരു ദിവസം വരെ കാത്തിരിക്കുകയും വേണം. അല്ലാതെ ഇന്ന് പോയി പിടിച്ച് നാളെ പോയി പിടിച്ചിട്ടല്ല, മാസത്തിൽ ഒരു തവണയാണ്. അങ്ങനെ 25 മാസത്തോളം പോയിട്ടാണ് വിക്രമാദിത്യൻ വേതാളത്തെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഓരോ തവണ കഥ പറയും, ഇത് മറന്നു പോവുകയും ചെയ്യും. പിന്നെ എന്ത് ഗ്യാരണ്ടിക്കാണ് പിടിച്ചുകൊണ്ട് വരുന്നത്? ഈ വേതാളം കഥ അവസാനിപ്പിച്ചില്ലെങ്കിലോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. 25 ആയപ്പം വേതാളം കഥ നിർത്തി. അപ്പോഴാണ് വേദത്തെ പിടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ ആ കാത്തിരിപ്പുണ്ടല്ലോ, അവസാന ശ്രമം വരെ പരിശ്രമിച്ച് അവസാനം ആ വിജയം നേടിയെടുത്തു. വിക്രമാദിത്യൻ വേതാളത്തെ കൊണ്ടുപോയി. ബാക്കി കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ഞാൻ അവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് വിക്രമാദിത്യൻ്റെ ക്ഷമാശീലമാണ്. ശത്രുക്കളോട് ക്ഷമിക്കുന്നതല്ല. രാജാവാണ്, ദേഷ്യം വന്നാൽ
തീർച്ചയായും ശത്രുക്കളെ വധിക്കും. പക്ഷേ അവർ വേതാളത്തെ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി 25 മാസത്തിലെ ഒരു ദിവസം എന്തോ ഉള്ളൂ ഒരു മന്ത്രവാദി പറഞ്ഞ പ്രകാരം വേതാളത്തെ പിടിക്കാൻ പോകാൻ പറ്റും. അങ്ങനെ 25 മാസത്തോളം പോയിട്ടാണ് ഓരോ ഓണയും കഥ പറഞ്ഞിട്ട് ഈ വേതാളം രക്ഷപ്പെടുന്നു. ഉത്തരം പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കാനുള്ള റിസ്ക് ഉണ്ട്. ഉത്തരം പറഞ്ഞ വേതാളം പറന്നു പോകാൻ നടന്നു പോയി പിടിക്കാൻ പറ്റും. 25 തവണ 25 മാസങ്ങൾ എടുത്തിട്ടാണ് പിടിച്ചത്. നമ്മൾ പരിപാടി കാണുമ്പോൾ 25 ദിവസം കൊണ്ട് ആ പരിപാടി തീരല്ല, ടി വി ഷോ തീരും. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ആ ഷോ തീർക്കും. നമ്മൾ കാണുമ്പോൾ അങ്ങോട്ട് പോയി പറന്നു പോയി വീണ്ടും പിടിച്ചു, വീണ്ടും കഥ വീണ്ടും. ഇതല്ല സംഭവിച്ചേക്കുന്നത്. സംഭവിച്ചത് ഇങ്ങനെയാണ്. 25 മാസങ്ങൾ 25 മാസം ചിലപ്പോൾ അതിൽ കൂടുതലുണ്ട്. കാരണം ചില പൗർണമിയോ അമാവാസിയോ പോലുള്ള ദിവസങ്ങളിലേ അവിടെ വേതാളം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അപ്പോൾ എവിടെയാണ് പോകേണ്ടത്? ചുടലപ്പറമ്പിലാണ് പോകേണ്ടത്. ഭയമില്ലാതെ അവിടെ പോയി പിടിച്ചുകൊണ്ട് വരണം. ഇതാണ് ക്ഷമാശീലം. ഇതുപോലെയാണ് നമ്മൾ ഒരു പരിശ്രമം ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ലോട്ടറി ലഭിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരു തവണ എടുത്തു പഠിച്ചില്ല, 2 തവണ എടുത്തു പഠിച്ചില്ല, ചിലപ്പോൾ 10 വർഷമായിട്ട് നിരന്തരമായിട്ട് എടുക്കുമ്പോഴേക്കും അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ഇതുപോലെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഹസ്തരേഖ ഇതുപോലെ ചിഹ്നമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആ രീതിയിലോട്ടാവുക എന്നാണ്. ആ വേതാളത്തെ പിടിക്കുന്ന രീതിയിൽ എത്ര പോയാലും പിടിച്ചിട്ട് വരത്തുള്ളൂ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യത്തിൻ്റെ വഴികൾ, റൂട്ടുകൾ ഡെവലപ്പായി കിട്ടുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇന്നത്തെ വിഷയങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഹസ്തരേഖ വരുന്ന ലോട്ടറി അടിക്കാനും ഭാഗ്യക്കുറിക്കുള്ള രേഖകളായിരുന്നു. രണ്ടാമത് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന മകൻ നക്ഷത്രത്തിൻ്റെ പൊരുത്തമില്ലാത്ത ദിനങ്ങളും പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുമാണ്. വെറും 6 നക്ഷത്രമായിട്ട് മകത്തിന് പൊരുത്തക്കുറവുള്ളൂ. വളരെ ഭാഗ്യമുണ്ട്. മകൻ പറഞ്ഞ മങ്ക എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. മകത്തിൽ പറഞ്ഞ സ്ത്രീക്ക് വളരെയധികം നല്ല ജീവിതമാണ് ലഭിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും അവർക്ക് പൊരുത്തമുണ്ട്, എല്ലാം കൊണ്ടും അവർക്ക് ഫ്രണ്ട്ഷിപ്പുണ്ട്, ധാരാളം സുഹൃത്തുക്കൾ കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു ബുധ ആദിത്യ യോഗം എന്ന് പറയുന്ന യോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും ലഭിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു പേരാണ് നിബിധ യോഗം എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. മോട്ടിവേഷൻ സ്റ്റോറി ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നന്ദി.